ബി.ജെ.പി 2029 ലോക്സഭാ ഇലക്ഷനിൽ തോൽക്കാൻ നല്ല സാധ്യതകളുണ്ട്. ബി.ജെ.പി തോൽക്കാൻ പോകുന്നത് അവരുടെ പോളിസീസ് മോശമായതുകൊണ്ടല്ല, മറിച്ച് അവർ ചെയ്ത കാര്യങ്ങൾ എന്താണെന്നും എന്തുകൊണ്ടാണെന്നും ജനങ്ങളെ മനസ്സിലാക്കാൻ അവർക്ക് സാധിക്കാതെ ഇരിക്കുന്നതുകൊണ്ടാണ്. കഴിഞ്ഞ 10 വർഷത്തിൽ ഇന്ത്യയിൽ നടന്നത് നമുക്കൊക്കെ വ്യക്തമാണ്. PLI സ്കീം വഴി 2.16 ലക്ഷം കോടിയിലധികം ഇൻവെസ്റ്റ്മെന്റ് ആണ് ഇന്ത്യയിലേക്ക് വന്നത്. പ്രതിരോധ കയറ്റുമതി വഴി മോദി സർക്കാർ അധികാരത്തിൽ കയറിയപ്പോൾ ഉണ്ടായിരുന്ന ആ 686 കോടിയിൽ നിന്ന് 38,424 കോടിയായിട്ട് ഉയർന്നു. ചുരുക്കത്തിൽ ഇന്ത്യ കണ്ട ഏറ്റവും കാര്യക്ഷമമായ സർക്കാരുകളിൽ ഒന്നാണിത്. കാര്യക്ഷമത കൊണ്ട് മാത്രം ഒരു സർക്കാരിനെ ജനങ്ങൾ വീണ്ടും 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 തിരഞ്ഞെടുക്കുമോ? ഇല്ല. നിങ്ങൾ എന്ത് ചെയ്തു എന്നതിലല്ല രാഷ്ട്രീയത്തിലെ വിജയം. നിങ്ങൾ എന്ത് ചെയ്തു എന്ന് ജനങ്ങൾ കരുതുന്നതിലാണ് വിജയം. അതിലാണ് ബി.ജെ.പി ഭീകരമായി പരാജയപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. 2024 ഇതിന്റെ ആദ്യത്തെ വലിയ വാണിംഗ് ബി.ജെ.പിക്ക് ലഭിച്ചത്. ഒറ്റയ്ക്ക് ഭൂരിപക്ഷത്തിന് വേണ്ട 272 സീറ്റുകൾ കിട്ടിയില്ല. 240 സീറ്റുകളാണ് കിട്ടിയത്. എന്നിട്ടും ബി.ജെ.പി ഇതിനെ എങ്ങനെയാണ് മനസ്സിലാക്കിയത്? ചില ലോക്കൽ ഇഷ്യൂസ് ഉണ്ടായിരുന്നു, കാൻഡിഡേറ്റ് സെലക്ഷൻ ശരിയായില്ല, അല്ലെങ്കിൽ പ്രതിപക്ഷം മിസ്ഇൻഫർമേഷൻ പരത്തി. അതെ, പ്രതിപക്ഷം മിസ്ഇൻഫർമേഷൻ പരത്തി. പക്ഷെ ചോദ്യം, പ്രതിപക്ഷം പരത്തിയ മിസ്ഇൻഫർമേഷനെ എതിർക്കാൻ ബി.ജെ.പി എന്താണ് ചെയ്തത്? ഒരു നിയമം കൊണ്ടുവന്ന് പാർലമെന്റിൽ വിജയിപ്പിച്ചാൽ തങ്ങളുടെ ജോലി തീർന്നു എന്നാണ് പലപ്പോഴും ബി.ജെ.പി കരുതുന്നത്. അല്ല, ഒരു നിയമം നടപ്പിലാക്കുന്നത് ജോലിയുടെ പകുതിയാണ്. എന്തുകൊണ്ട് ആ നിയമം? അതുകൊണ്ട് ജനങ്ങൾക്ക് എന്ത് ഗുണം, എന്ത് ദോഷം? അഥവാ ആ നിയമം മൂലം ഒരു ദോഷം ഉണ്ടാകുന്നുണ്ട് എങ്കിൽ ദീർഘകാലത്തിൽ ഇതെങ്ങനെ ആളുകൾക്ക് ഗുണകരമായി മാറും? ഇതൊക്കെ ജനങ്ങൾക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ അവരോട് പറയുന്നതാണ് മറുപകുതി. ആ പകുതി ബി.ജെ.പി ചെയ്യുന്നില്ല. ആദ്യത്തെ ഉദാഹരണം കർഷക ബില്ലാണ്. ഇതിന്റെ അടിസ്ഥാന ആശയം കർഷകർക്ക് ഗുണകരമായിരുന്നു. APMC മാർക്കറ്റിന്റെ പുറത്തും കർഷകർക്ക് ഉൽപ്പന്നം വിൽക്കാനുള്ള അവകാശം ലഭിച്ചു. സംസ്ഥാനങ്ങൾക്കിടയിൽ അവർക്ക് ട്രേഡ് ചെയ്യാം. അവർക്ക് ബയേഴ്സിനുമായി മുൻകൂട്ടി പ്രൈസ് തീരുമാനിച്ചുകൊണ്ടുള്ള കോൺട്രാക്ട് ഫാമിംഗ് നടത്താം. കോൺട്രാക്റ്റിൽ ഗ്യാരണ്ടീഡ് പ്രൈസ് എഴുതണം. അതിൽ ഡിസ്പ്യൂട്ട് വന്നാൽ പോലും കർഷകന്റെ ഭൂമി പിടിച്ചെടുത്ത് അവർക്ക് റിക്കവർ ചെയ്യാനുള്ള അവകാശമില്ല. ഇതൊക്കെയായിരുന്നു ആ നിയമത്തിന്റെ പ്രധാന ഭാഗങ്ങൾ. ഒരു കർഷകന് തന്റെ അടുത്തുള്ള മണ്ടിയിലെ ഇടനിലക്കാരൻ പറയുന്ന വില മാത്രം സ്വീകരിക്കേണ്ട നിലവിലെ സാഹചര്യം ഇതോടുകൂടി മാറുമായിരുന്നു. കൂടുതൽ വിലയും കൂടുതൽ അവസരങ്ങളും കിട്ടുമായിരുന്നു. മറ്റൊരു സംസ്ഥാനത്തു നിന്നുള്ള ബയറിനെയോ ഫുഡ് പ്രോസസ്സിംഗ് കമ്പനിക്കോ റീറ്റെയിലർമാർക്കോ നേരിട്ട് ഇതൊക്കെ വിൽക്കാനുള്ള അവസരം ലഭിക്കുമ്പോൾ കർഷകന് മെച്ചപ്പെട്ട വിലയും മെച്ചപ്പെട്ട സാധ്യതകളുമായിരുന്നു അവരെ കാത്തിരുന്നത്. ഈ നിയമം പെർഫെക്റ്റ് ആണോ? അല്ല. ചെറുകിട കർഷകന്റെ ബാർഗെയിനിങ് പവർ എങ്ങനെ പ്രൊട്ടക്ട് ചെയ്യപ്പെടും? അവർക്ക് കച്ചവടക്കാർ പണം കൊടുക്കാതിരുന്നാൽ എന്ത് ചെയ്യും? മണ്ടി ഇല്ലാതാകുമോ? ഇങ്ങനെ പല ചോദ്യങ്ങളും ഉണ്ടായിരുന്നു. പക്ഷേ ഈ ചോദ്യങ്ങളൊക്കെ ബി.ജെ.പി എക്സ്പ്ലെയിൻ ചെയ്തോ? ഇല്ല. അവരെ പകരം പ്രതിപക്ഷം തെറ്റിദ്ധരിപ്പിക്കുന്നു എന്നായിരുന്നു ബി.ജെ.പിയുടെ ഡിഫൻസ്. തീർച്ചയായും പ്രതിപക്ഷം തെറ്റിദ്ധരിപ്പിക്കുന്നുണ്ടാവാം. പക്ഷേ ഭരണപക്ഷം ഇതേപ്പറ്റി മൗനം പാലിച്ചിരുന്ന സമയത്ത് പ്രതിപക്ഷം അവരുടെ നറേറ്റീവ് തയ്യാറാക്കി കഴിഞ്ഞിരുന്നു. അംബാനിയും അദാനിയും നിങ്ങളുടെ ഭൂമി കൊണ്ടുപോകും എന്നാണ് ഭാരതം മുഴുവൻ ഈ നിയമത്തെപ്പറ്റി ഉയർന്നു കേട്ടത്. അംബാനി ഈ നിയമത്തിൽ എങ്ങനെ ഭൂമി കൊണ്ടുപോകും? ആർക്കറിയാം. പക്ഷെ ഓർക്കുക, ബി.ജെ.പി നിയമം നടപ്പിലാക്കി. പക്ഷേ അതിന്റെ മേൽ ജനങ്ങൾ വിശ്വസിച്ച രീതിയിൽ ഒരു കഥ എഴുതിയത് പ്രതിപക്ഷമാണ്. ജനങ്ങൾ നിയമമല്ല വായിക്കുക, അവർ കഥകളാണ് വായിക്കുക. അവസാനം ഒരു പൊട്ടൻഷ്യലി യൂസ്ഫുൾ ആയ ഒരു പരിഷ്കാരം തന്നെ ബി.ജെ.പിക്ക് പിൻവലിക്കേണ്ടി വന്നു. രണ്ടാമത്തെ ഉദാഹരണം സിറ്റിസൺ അമെൻമെന്റ് ആക്ട് ആണ്. ഇതെന്താണ് ചെയ്തത്? പാകിസ്ഥാൻ, അഫ്ഗാനിസ്ഥാൻ, ബംഗ്ലാദേശ് എന്നീ രാജ്യങ്ങളിൽ നിന്ന് 2014 ഡിസംബർ 31 ഇന്ത്യയിലെത്തിയ ഹിന്ദു, സിഖ്, ബുദ്ധ, ജൈന, പാർസി, ക്രിസ്ത്യൻ വിഭാഗങ്ങൾക്ക് പൗരത്വം ലഭിക്കാൻ സാധിക്കുന്ന ഒരു ഭേദഗതി ബിൽ. ഈ ബില്ലിൽ എവിടെയെങ്കിലും ഒരു ഇന്ത്യൻ മുസ്ലിമിന്റെ സിറ്റിസൺഷിപ്പ് എടുത്തു കളയണം എന്ന് പറഞ്ഞിട്ടില്ല. ഇത് പൗരത്വം കൊടുക്കാനുള്ള നിയമമായിരുന്നു, അല്ലാതെ പൗരത്വം എടുത്തു കളയാനുള്ള നിയമം ആയിരുന്നില്ല. പക്ഷേ മുസ്ലിം സമൂഹത്തിനുണ്ടായ ഭയം മുഴുവൻ അവരുടെ വെറും തോന്നലുകൾ മാത്രമായിരുന്നു. അല്ല, CIA ഒരു ഭാവിയിലെ NRCയുമായി ചേർത്താൽ എന്ത് സംഭവിക്കും എന്നായിരുന്നു ചോദ്യം. ആ ചോദ്യം എവിടെ നിന്നുണ്ടായി? തീർച്ചയായും പ്രതിപക്ഷം രാജ്യത്തെ ജനങ്ങളിൽ കുത്തിവെച്ചു. ഇവിടെ ബി.ജെ.പി ചെയ്യേണ്ടിയിരുന്നത് എന്തായിരുന്നു? ജനങ്ങൾക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ ഇതൊന്ന് വിവരിക്കാൻ ബി.ജെ.പി തയ്യാറായി? ഇല്ല. പകരം ബി.ജെ.പി വീണ്ടും പറഞ്ഞു ഇതെല്ലാം മിസ്ഇൻഫർമേഷൻ ആണ് എന്ന്. അതെ, മിസ്ഇൻഫർമേഷൻ ആണ് എങ്കിൽ ശരിയായ ഇൻഫർമേഷൻ എന്താണ്? അതല്ലേ ജനങ്ങൾ ചോദിക്കുന്നത്. നിങ്ങൾ ഉത്തരം കൊടുക്കാത്ത ഓരോ ചോദ്യത്തിനും പ്രതിപക്ഷം അവരുടെ ഭാഗത്ത് നിന്ന് ഉത്തരം കൊടുക്കും. അതല്ല, ഇതെല്ലാം രാജ്യത്തെ വലതുപക്ഷ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലുള്ള ആളുകളുടെയും ഇൻഫ്ലുവൻസേഴ്സിന്റെയും ചുമതലയാണ്, സർക്കാരിന്റെ അല്ല എന്ന് സർക്കാർ കരുതുന്നുണ്ടെങ്കിൽ അവിടെയാണ് അവർക്ക് തെറ്റുന്നത്. ഇനി മൂന്നാമത്തെ എക്സാമ്പിൾ, ഇവിടെ ബി.ജെ.പിയുടെ കമ്മ്യൂണിക്കേഷൻ ഫെയിലിയർ എത്ര അപകടകരമായ നിലയിലെത്തി എന്ന് നോക്കാം.
ഹസൈറാബാഗിലെ ഒയാസിസ് സ്കൂളിൽ സൂക്ഷിച്ചിരുന്ന ക്വസ്റ്റ്യൻ പേപ്പർ പരീക്ഷയുടെ തലേ ദിവസം രാവിലെ പങ്കജ് കുമാർ എന്നൊരാൾ അനധികൃതമായി ആക്സസ് ചെയ്തു. ഇതിന് സ്കൂൾ പ്രിൻസിപ്പളും NDA സിറ്റി കോർഡിനേറ്ററുമായിരുന്ന അഷ്നലുൽ ഹക്ക്, സെന്റർ സൂപ്രണ്ടിന്റെയും വൈസ് പ്രിൻസിപ്പളുമായിരുന്ന മറ്റൊരു ഉദ്യോഗസ്ഥൻ, ഇവരുടെ സഹായവും ഉണ്ടായിരുന്നു. ഇതാണ് കേസ്. ഇത് ചോർച്ചയാണോ? അല്ല, ശരിക്കും ഇതൊരു മോഷണമാണ്. ഇതൊരു ക്രിമിനൽ ആക്ടിവിറ്റിയാണ്. എന്ത് പേരിട്ട് വിളിച്ചാലും ശരി, ഒരു വിദ്യാർത്ഥിയെ സംബന്ധിച്ച് ഇതിൽ യാതൊരു വ്യത്യാസവുമില്ല. ചോദ്യപേപ്പർ വെളിയിൽ പോയി എക്സാമിന്റെ ക്രെഡിബിലിറ്റിക്ക് മങ്ങലിട്ടു. ആളുകളുടെ ഇടയിൽ പ്രചരിക്കുന്ന പ്രധാന കാര്യം 2024 ഈ പ്രശ്നം ഉണ്ടായതിനു ശേഷം സർക്കാർ ഒന്നും ചെയ്തില്ല എന്നാണ്. അതാണോ സത്യം? 2024 സംഭവത്തിന് ശേഷം മുൻ ISRO ചെയർമാൻ ഡോക്ടർ കെ രാധാകൃഷ്ണന്റെ നേതൃത്വത്തിൽ ഒരു ഹൈ ലെവൽ കമ്മിറ്റി രൂപീകരിച്ചു. ഈ കമ്മിറ്റി 101 റെക്കമെൻഡേഷനുകളാണ് സർക്കാരിന് കൊടുത്തത്. ചോദ്യം തയ്യാറാക്കൽ, ട്രാൻസ്ലേഷൻ, പ്രിന്റിംഗ്, ഇങ്ങനെ എല്ലാ വിഷയങ്ങളിലും ഉള്ള ദീർഘകാല അടിസ്ഥാനത്തിൽ ഉള്ള പദ്ധതികളും ഹ്രസ്വകാല അടിസ്ഥാനത്തിലുള്ള പദ്ധതികളും അടങ്ങുന്ന ഒരു മാർഗരേഖയായിരുന്നു അത്. ഇതിന്റെ നടപ്പിലാക്കൽ മോണിറ്റർ ചെയ്യാൻ രാധാകൃഷ്ണന്റെ നേതൃത്വത്തിൽ തന്നെ ഒരു സ്റ്റിയറിംഗ് കമ്മിറ്റിയും രൂപീകരിച്ചു. സർക്കാർ റീഫോംസ് ആരംഭിച്ചു. പക്ഷേ ഇത് സർക്കാർ വിശദമായി ജനങ്ങളോട് പറഞ്ഞു. ഇതേപ്പറ്റി ഒരു വീഡിയോ ഇറക്കിയോ? 2024 പേപ്പർ ചോർന്നുപോയത് ഇങ്ങനെയാണ് എന്നും ഇത് തടയാൻ ഈ 20 മാറ്റങ്ങൾ ഞങ്ങൾ ചെയ്തു എന്നും രാജ്യത്തിന്റെ എഡ്യൂക്കേഷൻ മിനിസ്റ്റർ അല്ലെങ്കിൽ ഏതൊരു ഒരു മന്ത്രി ജനങ്ങളുടെ മുൻപിലെത്തി അവർക്ക് ഇത് വിശദമാക്കി കൊടുത്തു? ഇല്ല. അതുകൊണ്ട് ജനങ്ങളുടെ മനസ്സിൽ ബാക്കി നിൽക്കുന്നത് ഒരൊറ്റ കാര്യം മാത്രം: BJPയുടെ ഭരണത്തിൽ നീറ്റ് ലീക്ക് ഉണ്ടായി. പിന്നീട് 2026 വീണ്ടും ലീക്ക് ഉണ്ടായി. ഇത്തവണ 2026 ലീക്ക് വീണ്ടും വ്യത്യസ്തമായിരുന്നു. PV കുൽക്കർണി എന്ന ഒരു റിട്ടയർഡ് കെമിസ്ട്രി ലെക്ചറർ, ഇയാൾ ക്വസ്റ്റ്യൻ പേപ്പറിന്റെ സെറ്റിംഗിലും ഇതിന്റെ മറാത്തി ട്രാൻസ്ലേഷനിലും പങ്കെടുത്തിരുന്ന ഔദ്യോഗിക പാനലിലുള്ള ആളാണ്. ഈ ട്രാൻസ്ലേഷന്റെ സമയത്ത് ഇയാൾ ചോദ്യങ്ങൾ ഓർത്തുവെച്ച് പിന്നീട് ഇയാളുടെ ക്ലോസ് ഡോർ കോച്ചിങ് സെഷനിൽ പങ്കെടുത്ത വിദ്യാർത്ഥികൾക്ക് ഈ ചോദ്യ പേപ്പറുകൾ കൊടുത്തു. അതുമാത്രവുമല്ല, ഇയാൾ 5 ലക്ഷം രൂപയ്ക്ക് ഈ ക്വസ്റ്റ്യൻ പേപ്പറുകൾ പലർക്കും വിൽക്കുകയും ചെയ്തു. ഈ പ്രോസസ്സിൽ ഉണ്ടായിരുന്ന ആളുകളെ ഒക്കെ CBI അറസ്റ്റ് ചെയ്തു. കേസ് ഇപ്പോൾ കോടതിയിലാണ്. അതായത് ഒന്നാമത്തെ തവണ പരീക്ഷ നടക്കുന്ന കേന്ദ്രത്തിൽ നിന്നും രണ്ടാമത്തെ തവണ പരീക്ഷയുടെ ക്വസ്റ്റ്യൻ പേപ്പർ തയ്യാറാക്കുന്ന സ്ഥലത്തു നിന്നുമാണ് ഇവ വെളിയിൽ പോയത്. യഥാർത്ഥത്തിൽ ഇത് 2 ക്രിമിനലുകൾ നടത്തിയ ഗൂഢാലോചനയാണ്, അല്ലെങ്കിൽ മോഷണമാണ്. നമ്മുടെയൊക്കെ ചുറ്റും ഇത്തരം ക്രിമിനലുകൾ മോഷണം നടത്താറുണ്ട്. സർക്കാർ അതൊക്കെ അന്വേഷിച്ച് ഇതിൽ പ്രതികളാകുന്ന ആളുകളെ അറസ്റ്റ് ചെയ്യാറുണ്ട്. ഇതിനൊക്കെ എന്ത് മാർഗനിർദ്ദേശമാണ് രാധാകൃഷ്ണൻ കമ്മിറ്റി വെച്ചിരുന്നത് എന്നും അത് നിലവിൽ എവിടെ വരെയായി എന്നും പറയേണ്ടത് മന്ത്രിയുടെ ഉത്തരവാദിത്വമാണ്. നിലവിലെ തീരുമാനപ്രകാരം അടുത്ത എക്സാമിനേഷൻ മുതൽ നീറ്റ് പൂർണ്ണമായും കമ്പ്യൂട്ടർ ബേസ്ഡ് ആയിരിക്കും. 2026 ഇത് എന്തുകൊണ്ട് പരാജയപ്പെട്ടു? 2027 കമ്പ്യൂട്ടർ ബേസ്ഡ് സിസ്റ്റം വന്നാൽ പഴയ റിസ്ക് എങ്ങനെ കുറയും? അല്ലെങ്കിൽ പുതിയ ഡിജിറ്റൽ റിസ്ക് തടയാൻ എന്തൊക്കെ മാർഗങ്ങൾ ചെയ്യുന്നുണ്ട്? ഇതൊക്കെ BJP ജനങ്ങളിൽ എത്തിച്ചോ? ഇല്ല. ഇത് പറയാതെ കാര്യങ്ങൾ എല്ലാം കൺട്രോളിലാണ് എന്ന ഭാവത്തിൽ ജനങ്ങളെ നേരിട്ടാൽ ആരാണ് വിശ്വസിക്കുക? BJPക്ക് മികച്ച പോളിസീസ് ഉണ്ട്. ഇതൊക്കെ ഇംപ്ലിമെന്റ് ചെയ്യാനുള്ള മെഷീനറി ഉണ്ട്. ഇൻഫ്രാസ്ട്രക്ചർ നിർമ്മിക്കാനുള്ള കപ്പാസിറ്റി ഉണ്ട്. മാനുഫാക്ചറിങ് കൊണ്ടുവരാനുള്ള പദ്ധതികളുമുണ്ട്. പക്ഷെ ജനങ്ങളുടെ ഭാഷയിൽ സംസാരിക്കുന്ന, അവരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന സിസ്റ്റം ഇല്ല. ഒരു സാധാരണ അച്ഛനും മനസ്സിലാകുന്ന രീതിയിൽ നീറ്റിൽ എന്താണ് സംഭവിച്ചത്? ആരാണ് ഉത്തരവാദി? എന്ത് നടപടിയെടുത്തു? ഇത് വീണ്ടും നടക്കാതിരിക്കാൻ എന്ത് ചെയ്യും? ഇതൊക്കെയാണ് വിവരിക്കേണ്ടത്. അത് BJP ചെയ്യുന്നില്ല. അവിടെ BJPയുടെയും അവരുടെ കമ്മ്യൂണിക്കേഷൻ സെല്ലിന്റെയും മൗനമുണ്ടല്ലോ. ആ സ്പേസ് നിറയ്ക്കുക എന്നൊരു കാര്യം മാത്രം മതി പ്രതിപക്ഷത്തിന്. 2029 BJPയുടെ ഏറ്റവും വലിയ ശത്രു രാഹുൽ ഗാന്ധി അല്ല, കോൺഗ്രസ് അല്ല, അത് BJPയുടെ സ്വന്തം കമ്മ്യൂണിക്കേഷൻ പരാജയമായിരിക്കും. ഒരു നല്ല പോളിസി മോശമായി എക്സ്പ്ലെയിൻ ചെയ്താൽ അത് ജനങ്ങളുടെ മനസ്സിൽ മോശം പോളിസി ആയിട്ടാവും കടന്നുകൂടുക. ഒരു സർക്കാർ 1000 കാര്യങ്ങൾ ചെയ്താലും ജനങ്ങൾക്ക് ഓർമ്മയുള്ളത് വിശദീകരിക്കപ്പെടാത്ത 3 പരാജയങ്ങളാണ് എങ്കിൽ ഇലക്ഷനിൽ അവർ അതിനാണ് വോട്ട് ചെയ്യുക. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ഇത് മാറ്റിയില്ല എങ്കിൽ BJP 2029 തോൽക്കാൻ നല്ല സാധ്യതയുണ്ട്. അത് ഇന്ത്യക്ക് വേണ്ടി അവർ ഒന്നും ചെയ്യാത്തത് കൊണ്ടല്ല, അവർ ചെയ്തത് എന്താണ് എന്ന് ഇന്ത്യയോട് പറയാൻ നിലവിൽ അവർക്ക് അറിയാത്തത് കൊണ്ടാണ്. എനിക്ക് BJP സപ്പോർട്ടേഴ്സിനോട് 2 ചോദ്യങ്ങളുണ്ട്. ഈ നീറ്റ് ടൈം ലൈൻ ഈ വീഡിയോ കാണുന്നതിന് മുമ്പ് നിങ്ങളിൽ എത്ര പേർക്ക് അറിയാമായിരുന്നു? സർക്കാർ ഈ വിഷയങ്ങൾ ഇത്ര വ്യക്തമായി എക്സ്പ്ലെയിൻ ചെയ്യുന്ന ഒരു പ്രസ് കോൺഫറൻസ് അല്ലെങ്കിൽ വീഡിയോ നടത്തി നിങ്ങൾ കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടുണ്ടെങ്കിൽ കമന്റിൽ അതിന്റെ ലിങ്കുകൾ നൽകൂ. കണ്ടിട്ടില്ല എങ്കിൽ അതാണ് ഈ വീഡിയോയുടെ പോയിന്റ്.